ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് തെന്നാലി രാമൻ്റെ ഒരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സമ്മാനം. ഒരിക്കൽ കൃഷ്ണദേവരായർ അയൽ രാജ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. വിജയം ആഘോഷിക്കാനായി ചക്രവർത്തി വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. അദ്ദേഹം കൊട്ടാരത്തിലെ എല്ലാ ജോലിക്കാർക്കും ദർബാർ അംഗങ്ങൾക്കും പടയാളികൾക്കും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു. അതിനായി നിരവധി വസ്തുക്കൾ അദ്ദേഹം ദർബാറിൽ നിരത്തിവെച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു സമ്മാനവും എടുക്കാം. പരിപാടിയുടെ അവസാനം ചക്രവർത്തി പ്രഖ്യാപിച്ചു. ആളുകൾ ദർബാറിൽ ഓടിക്കയറി വിലപ്പെട്ട സമ്മാനങ്ങൾ കൈക്കലാക്കി. ഏറ്റവും ഒടുവിലാണ് തെന്നാലി രാമൻ വന്നത്. അപ്പോൾ അവിടെ ഒരു വെള്ളിത്താലം മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. ദർബാറിലെ അംഗങ്ങൾക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി. ഇത്തവണ തെന്നാലി രാമന് അബദ്ധം പറ്റി. തങ്ങൾക്കെല്ലാം വിലപ്പെട്ടമുള്ള ആഭരണങ്ങളും രത്നങ്ങളും കിട്ടിയപ്പോൾ തെന്നാലി രാമന് വെറും ഒരു വെള്ളിത്താലം മാത്രം. ഒരു തവണയെങ്കിലും തെന്നാലി രാമന് അബദ്ധം പറ്റുന്നത് കാണാൻ കൊതിക്കാത്തവർ ആ ദർബാറിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ തെന്നാലി രാമൻ ഒരു ഭാവഭേദവും കാട്ടിയില്ല. വെള്ളിത്താലം ഭവ്യതയോടെ കയ്യിലെടുത്തു. ബഹുമാനത്തോടെ തൻ്റെ തല കൊണ്ട് അതിൽ തൊട്ടു. അതിനുശേഷം താലത്തിൽ എന്തോ വിശിഷ്ടമായ വസ്തുവുണ്ടെന്ന മട്ടിൽ തൻ്റെ ഉത്തരീയം കൊണ്ട് അത് മൂടി. ചക്രവർത്തി അത് ശ്രദ്ധിച്ചു. ഹേ, എന്തിനാണ് നിങ്ങൾ ആ താലം മൂടിയത്? അതിലൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് തിരുമനസ്സേ ഞാൻ താലം മൂടിയത്. എനിക്ക് സാധാരണയായി സ്വർണവും വെള്ളിയും നിറഞ്ഞ താലമാണ് അങ്ങ് സമ്മാനിക്കുക. എന്നാൽ ഇത് ആദ്യമായാണ് ഒരു ഒഴിഞ്ഞ താലം എനിക്ക് അങ്ങിൽ നിന്ന് കിട്ടുന്നത്. ഇത്തവണയും അങ്ങ് എനിക്ക് സ്വർണവും നാണയങ്ങളും നിറഞ്ഞ താലമാണ് സമ്മാനിച്ചത്. മറ്റുള്ളവർക്ക് തോന്നാനാണ് ഞാനിത് മൂടിയത്. രാമൻ്റെ വാക്കുകൾ ചക്രവർത്തിയെ സന്തോഷിപ്പിച്ചു. അദ്ദേഹം തൻ്റെ കഴുത്തിൽ കിടന്ന വജ്രമാല ഊരി താലത്തിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, രാമ, ഇത്തവണയും നിങ്ങളുടെ താലം ശൂന്യമല്ല. മറിച്ചു പിടിക്കാതെ തന്നെ കൊണ്ടുപോയിക്കോളും. തെന്നാലി രാമൻ്റെ ബുദ്ധിപൂർവമുള്ള വാക്കുകൾ മറ്റാർക്കും കിട്ടിയതിനേക്കാൾ വിലപിടമുള്ള സമ്മാനം രാമന് നേടിക്കൊടുത്തു. അതുകണ്ട് മറ്റുള്ളവർക്ക് മേച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നന്ദി.